എൻ്റെ മോളൊരു പാവമാണ്. പല പാരൻസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ജനറേഷൻ മുഴുവൻ പെൺകുട്ടികളെ വളർത്തിക്കൊണ്ടുവന്നിരുന്നത് ഒരു പാവമായിട്ടാണ്. കുട്ടിയെ ഒരു സ്ഥലത്തും ഒറ്റയ്ക്ക് വിടില്ല, ഒരു സ്ഥലത്തും പോകാനുള്ള പെർമിഷനില്ല. എവിടെ പോകുന്നുണ്ടെങ്കിലും കൂടെ സപ്പോർട്ടിനൊരാളുണ്ടാകും. പാരൻസോ ബ്രദറോ സിസ്റ്ററോ ആരെങ്കിലുമായിട്ട് കൂടെയുണ്ടാവും. ഒന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ സമ്മതിക്കില്ല. കല്യാണം കഴിയുന്നത് വരെ ഇതിനെ പാവം പാവം എന്ന ലേബലിൽ ഒതുക്കിക്കൊണ്ടുവരും. എന്നിട്ട് ആര് ചോദിച്ചാലും ധൈര്യത്തോടെ അഹങ്കാരത്തോടെ വേണമെങ്കിൽ പറയും, എൻ്റെ മോൾ ഒരു പാവമാണ്. ഇന്ന് ഈ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന നരകയാതന മുഴുവൻ ഈ പാവങ്ങളാണ് കിടന്ന് അനുഭവിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു കാരണവശാലും അവർക്ക് ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനോ ഒരു കാര്യം ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാനോ ഉള്ള തൻ്റെടമോ ചങ്കൂറ്റമോ ഇല്ലാത്ത വെറും പാവങ്ങളായിട്ട് ഇന്നും ഈ സൊസൈറ്റിയിൽ കിടക്കുകയാണ്. അവരെ പാവങ്ങളായിട്ടല്ല വളർത്തേണ്ടിയിരുന്നത്. അവർക്ക് വേണ്ട ധൈര്യം കൊടുത്ത്, ഒറ്റയ്ക്കായാലും എവിടെയും പോയി പൊരുതാനുള്ള തൻ്റെടവും കൊടുത്താണ് വളർത്തേണ്ടത്. അല്ലാതെ പാവങ്ങളായി വളർത്തിയിട്ട് ആർക്കാണ് ഗുണം? അവർക്ക് പോലും ഗുണമില്ല. ആർക്കും എപ്പോഴും അവരുടെ തലയിൽ കയറി നിരങ്ങാമെന്നുള്ളതാണ് ഈ പാവത്തിൻ്റെ ക്വാളിറ്റി. അവരെ പാവമായി വളർത്തരുത്, അവരെ നശിപ്പിക്കരുത്.